ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇനിതാ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ലിപ് ലൈസ് ഇടാണ്, ലിപ്സ്റ്റിക് അല്ല കേട്ടോ. അപ്പോൾ ഇട്ടതിന് ശേഷം നമ്മുടെ ഒന്ന് അമ്പാടി റീലിനൊന്ന് പാടി നോക്കുന്നതാണ്. പക്ഷെ ഒത്തില്ല കേട്ടോ, നമ്മുടെ വരിക്കനുസരിച്ചിട്ടും നല്ല പാടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഒരു റീൽ ഇടണമെന്ന് വിചാരിച്ചിട്ട് പാടിയതാണ്. അപ്പോൾ ദേവൂട്ടിയും വന്നിട്ട് ഇതാ ലിപ് ലൈസ് ഇടുന്നുണ്ട്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊക്കെ തെറ്റിപ്പോവാണ്. അപ്പോൾ കുറേ 2-3 ആഴ്ചയായി മീനൊക്കെ മര്യാദയ്ക്കൊന്നും കിട്ടിയിട്ടോ. പിന്നെ മീൻ വാങ്ങാൻ പോയിട്ടുണ്ട്, അവിടെ ഒന്നുമില്ല. ഫ്രഷ് ആയിട്ടുള്ളത് യെല്ലോ ടൈൽ മാത്രമേ ഉള്ളൂ. പിന്നെ ചുമന്ന മീൻ നമ്മുടെ കുയ്യാപ്പിളകൻ്റെ ഒക്കെ വെറൈറ്റി ഉണ്ട് കേട്ടോ, അതൊന്നും വാങ്ങിയില്ല. അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലെ യെല്ലോ ടൈലാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ബാക്കി പിന്നെ നമ്മുടെ സാൾമണും ചുമന്ന മീൻ, പിന്നെ നമ്മുടെ തിലോപ്പി ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അതൊന്നും വാങ്ങിയില്ല. ഈ യെല്ലോ ടൈലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മീനും വാങ്ങി, ഒരു പാക്കറ്റ് കപ്പ് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും വാങ്ങി നമ്മളിത് ആ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ മീൻ വാങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് വേറൊരു കടയിലേക്ക് പോയപ്പോഴാണ് കേട്ടോ നമ്മൾ ചാള വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഞണ്ട്, ദേവൂട്ടി ഞണ്ട് പ്രേമിയാണ് കേട്ടോ. ദേവൂട്ടീൻ്റെ ഫേവറേറ്റ് ഫിഷാണ് നമ്മുടെ ഞണ്ട്. അപ്പോൾ ഇത് സാറ്റർഡേ വൈകുന്നേരം ഞാൻ കരുതുന്നു മുറിച്ചൊക്കെ കഴുകിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ സൺഡേ രാവിലത്തെ നമുക്ക് പെട്ടെന്ന് കറി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇതാ കയ്യോടെ മുറിക്കുന്നുണ്ട്. പാറൂട്ടിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇതാ അച്ഛനും മക്കളും കൂടി ചുങ്കത്തെടുത്ത് കളിയാണ്. പാറൂട്ടീനെ ആദ്യം എടുത്തു, പിന്നെ ദേവൂട്ടീനെ എടുത്തു. അങ്ങനെ അവരതാ അതൊക്കെ കഴിഞ്ഞു. ദേവൂട്ടി പിന്നെ ഇങ്ങനെ ഇരുന്നു കേട്ടോ കുറേ നേരം. ദേവൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പരിപാടി. ആരെങ്കിലും കണ്ടാൽ, ഏതെങ്കിലും അങ്കിളുമാരൊക്കെ കണ്ടാലോ ഒക്കെ പറയുന്ന സംഭവമാണ് ഇങ്ങനെ ചുങ്കത്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കിയാലോ, നമുക്ക് നല്ല മട്ടൻ വരട്ടി ഇതിലിട്ടോ. കുറച്ച് മട്ടൻ വാങ്ങിയിട്ട് നമ്മൾ വരട്ടി, കുറച്ചേ ഉള്ളൂ കേട്ടോ കാണാൻ, കൂടുതലൊന്നുമില്ല. അതും ഏട്ടൻ്റെതാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല ടേസ്റ്റിന്. പിന്നെ നമ്മുടെ സ്വന്തം പരിപ്പ് കറി, പിങ്ക് ദാലിൻ്റെ കറിയാണ് കേട്ടോ. അത് നല്ല പുഴുക്ക ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. ഡൽഹിയിൽ നിന്നിട്ട് ഹിന്ദി പഠിച്ചില്ലെങ്കിൽ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ചു എന്ന് പറയട്ടോ. അപ്പോൾ ഇതാ പുഴുക്ക ചപ്പാത്തി ചൂടോടെ ഞാൻ ഏട്ടന് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചപ്പാത്തി ചുട്ട് വെക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. എല്ലാവരും 3 നാൾ ഇതിൻ്റെ അപ്പം ഞാൻ 3 നാൾക്കും ചപ്പാത്തി ചുട്ടെടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഞാൻ കഴിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 2 പീസ് മട്ടൻ്റെ പീസും കുറച്ച് ഉള്ളിയും നമ്മുടെ ചപ്പാത്തിയും, അതാണ് സാറ്റർഡേ നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചു. പിറ്റേ ദിവസം മോർണിംഗ് ആയിട്ടോ. ദേവൂട്ടീൻ്റെ പരിപാടിയാണ്. കുത്തക്കടിയില്ലാതെ നമ്മുടെ ദേവൂട്ടി ഇത് രാവിലെ തന്നെ ഇതിൻ്റെ മേലേക്ക് കയറും. അപ്പോൾ ഇത് തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തു. ഞാൻ കറി വെക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഇന്നലത്തെ പരിപ്പറിയൊക്കെ ഇത്തിരി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ചൂടാക്കി വെക്കുന്നുണ്ട്. തേങ്ങ വറുത്തരച്ചിട്ടാണ് ഞാൻ ഞണ്ട് വെക്കുന്നത്. ഞാൻ പൊതുവെ ഇങ്ങനെയാണ് വെക്കാറ്. ഞണ്ട് റോസ്റ്റൊന്നും ഞാൻ വെച്ചിട്ടില്ല, എനിക്ക് വെക്കാനും അറിയത്തില്ല. ഞാൻ പിന്നെ അതൊന്നും ട്രൈ ചെയ്തിട്ടില്ല. എൻ്റെ ഫേവറേറ്റ് കറി, ഇവിടുത്തെ എല്ലാവരും ഫേവറേറ്റ് കറി നമ്മുടെ ഞണ്ട് വറുത്തരച്ചിട്ട കറിയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെയാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ അമ്മ പറഞ്ഞ റെസിപ്പിയാണ്. പൊതുവെ നമ്മളെല്ലാവരും നമ്മുടെ അമ്മയുടെ റെസിപ്പി തന്നെയാണല്ലോ മെയിനായിട്ട് പിന്നെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഇതാ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരടുപ്പിൽ ഞാൻ തേങ്ങ വറുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റേ സ്റ്റൗവിൽ ഇതാ ഉള്ളിയും തക്കാളിയും ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഇടുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ദേവൂട്ടി എന്തൊക്കെയോ വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ. കുളിക്കാൻ പോവുകയാണ്, അപ്പോൾ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇതാ എൻ്റെ കറിക്ക് വേണ്ടിയിട്ട് എല്ലാം വറുത്തെടുക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഞായറാഴ്ച ഒന്ന് പുറത്തേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ കറി വെക്കാൻ ഇറങ്ങിയതാണ്. പക്ഷേ ഈ വഴറ്റുന്ന മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ ഒന്നുമില്ല. അപ്പോൾ തന്നെ ഏകദേശം സമയമൊക്കെ ആയി, കറിയൊക്കെ ആയിരുന്നു കേട്ടോ. കറിയൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് പുറത്തേക്ക് പോയി വന്നു. വൈകുന്നേരം ആയിട്ടോ, പോയിട്ട് വരുന്ന സമയത്ത് വൈകുന്നേരമായി. അപ്പോൾ കറി പിന്നെ രാത്രിയാണ് കഴിച്ചത്. അപ്പോൾ ദേവൂട്ടിയും പാറൂട്ടിയും പറഞ്ഞു കറി മാത്രം മതി, കഷ്ണം മാത്രം മതി, ഭക്ഷണമൊന്നും വേണ്ട. അപ്പോൾ രാത്രി ഭക്ഷണമൊന്നും കഴിച്ചില്ല അവർ. അപ്പോൾ ഇതാ ദേവൂട്ടിക്ക് 2 ഞണ്ടിൻ്റെ പീസ് മാത്രം. ഇതാണ് കേട്ടോ കറീൻ്റെ ലുക്ക് ഇതാണ്. ദേവൂട്ടിക്ക് 2 ഞണ്ടിൻ്റെ പീസ് കൊടുത്തു, പാറും 2 ഞണ്ടിൻ്റെ പീസ് മാത്രം കഴിച്ചു. അപ്പോൾ സൂപ്പർ കറിയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ കഴിച്ചില്ല, അവർ മാത്രമേ കഴിച്ചുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.